വിജയുടെ നമസ്കാരം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വയനാട്ടിലുള്ള വാർത്തകളെല്ലാം തന്നെ നമ്മുടെ മാധ്യമങ്ങൾ തമസ്കരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഈ ഇവിടെയുള്ള സകല ഈ സിനിമാക്കാരുടെയും പിറകിൽ ഓടി നടന്ന് ഈ TRP മാർക്ക് റേറ്റിംഗും കൂട്ടാനല്ലാതെ ഇവിടെയുള്ള മാധ്യമങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണ് ഉള്ളത് എന്നാണ് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. മാധ്യമങ്ങളുടെ സകല മാധ്യമങ്ങൾക്കും എതിരാണ് ഇപ്പോ ജനങ്ങൾ എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. കാരണം ചാനൽ തുറക്കാൻ വയ്യെന്നാണ് പറയുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം ചാനലിലില്ല. പോരാത്തതിന് ഇവര് പറയുന്നത് സ്ത്രീകളുടെ ഉന്നമനവും സ്ത്രീ സുരക്ഷയും വേണ്ട എന്നൊക്കെ ഇവര് പറയുന്നുണ്ടെങ്കിലും ഇവരുടെ മാധ്യമങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം സ്ത്രീകളുടെ ഉന്നമന സുരക്ഷയല്ല, മറിച്ച് അവരുടെ മാർക്ക് റേറ്റിംഗ് ആണെന്ന് അവരുടെ വാർത്താ റിപ്പോർട്ടിംഗ് കണ്ടാൽ മനസ്സിലാവും. അതിനെയാണ് ഇവിടുത്തെ ജനങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ മുങ്ങിപ്പോയ പല വാർത്തകളും. ഇപ്പൊ വയനാടിനെ സംബന്ധിച്ച് അവിടുത്തെ പുനരധിവാസം എന്തായി, അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു, ദുരിതബാധിതർ ഇപ്പോൾ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്, അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാവുന്നുണ്ടോ, സർക്കാർ ആ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പൊ മാധ്യമങ്ങൾ അങ്ങ് മൊത്തത്തിൽ തമസ്കരിച്ചിരിക്കുകയാണ്. അതായത് എന്താണ്, തവള ചത്താൽ വാർത്ത പാമ്പ് ചാവുന്നത് വരെ, പാമ്പ് ചത്താൽ വാർത്ത കഴുകൻ ചാവുന്നത് വരെ എന്നുള്ള രീതിയിലാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ BJP സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തുകകൾ നമ്മുടെ കേരളത്തിലെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വാർത്ത എന്ന് പറയുന്നത്. ഇതിൽ ഉത്തർപ്രദേശ് 10 കോടി രൂപയാണ് വയനാടിന്റെ പുനരധിവാസത്തിനായി കൊടുത്തത് എന്ന് പറയുന്നു. മധ്യപ്രദേശ് 20 കോടി രൂപ കൊടുത്തു, ആന്ധ്രാപ്രദേശ് 10 കോടി രൂപ കൊടുത്തു, മഹാരാഷ്ട്ര 10 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ എല്ലാം കൂടെ ചേർത്ത് നോക്കുകയാണെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രം 50ഓളം കോടി രൂപയാണ് വയനാട് പുനരധിവാസത്തിന് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഇത് മറ്റുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനം ആയിരുന്നു ഇത് തന്നിരുന്നെങ്കിൽ, നമുക്ക് സ്റ്റാലിനൊക്കെ പൈസ തരുമ്പോൾ ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ വേറെ എത്ര ഗംഭീരമായിട്ടുള്ള വാർത്തയുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്ത് ഈ വാർത്തകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് അറബി നാട്ടിലെ ഏതെങ്കിലും ഒരു ഷേക്ക് തരികയാണെങ്കിൽ, ഒരു 50 കോടി രൂപ തരികയാണെങ്കിൽ, അത് ഇപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എല്ലാം ഒലിച്ചു പോയേനെ, ആ വാർത്ത മാത്രമായിരിക്കും സകല മാധ്യമങ്ങളിൽ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് BJP സംസ്ഥാനത്തെ ഈ സർക്കാർ വയനാടിനായി കൈകോർത്ത 50 കോടി രൂപ, ഇത്രയും വലിയ തുക വേറെ ആരും കൊടുത്തിട്ടില്ല. കർണാടക സർക്കാർ പോലും ഇത്രയും വലിയ തുക കൊടുത്തിട്ടില്ല. രാജസ്ഥാൻ സർക്കാർ തുക കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങൾ കൊടുത്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ കർണാടക സർക്കാർ സിദ്ധരാമയ്യ 100 വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടക്കുമല്ലേ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷെ 50 കോടി രൂപ ഇപ്പൊ BJP സർക്കാർ കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കാത്തത്? എന്താണ് ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ? ചേട്ടൻ എന്താ തോന്നുന്നത്? ഞാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ABC-ലടക്കം എല്ലാത്തിലും ഞാൻ പറഞ്ഞു, നമ്മുടെ മാധ്യമത്തിലടക്കം, മലയാളത്തിലടക്കം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു വാർത്ത ഇപ്പോഴിത് പുറത്തു വരുന്നതിന്റെ പിന്നിൽ വലിയൊരു ഉദ്ദേശമുണ്ട്. കാരണം ഈ കേരളത്തിലെ എല്ലാ പൊളിറ്റിക്സും നോക്കിക്കഴിഞ്ഞാൽ ഈ പെര കത്തുമ്പോൾ കഴുക്കോൽ ഒരുക്കൊണ്ട് പോകുന്നവന്മാരാണ് ഇവിടെ മുഴുവൻ കിടക്കുന്നത്. മാധ്യമങ്ങളായാലും എല്ലാവരുമായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ. സരിതയുടെ വിവാദം വന്നു, നമ്മുടെ പ്രൈം ടൈമുകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ 45 ദിവസമാണ് അത് കണ്ടിന്യൂസ് ചർച്ച ചെയ്തത്. ആ ജഗപുക എല്ലാം ഉണ്ടാക്കുന്നതിനിടയ്ക്ക് എത്ര അഴിമതി കേരളത്തിൽ നടന്നു, എത്ര വെട്ടിപ്പ് നടന്നു. അതിനുശേഷം വലിയ പാടുപെട്ടാണ് ബാർക്കോഴ തന്നെ അല്പം മുകളിലോട്ട് കയറി വന്നത് തന്നെ. അതിനിടയിൽ നമുക്ക് കോവിഡ് വന്നു. കോവിഡിന് തിരുവനന്തപുരം അടക്കം ട്രിപ്പിൾ ലോക്ക്ഡൌണിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതിനിടയിൽ സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊന്നും സ്വപ്ന അതിർത്തി കടന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. അതായത് വലിയ ഒരു ജഗപുക ഉണ്ടാക്കുക, അവിടെ അതിന് അപ്പുറത്തേക്ക് അതിന്റെ അടിയിലൂടെ നമ്മുടെ ജനം അറിയേണ്ടത്, ഇല്ല ജനം ചോദിക്കുന്ന പല കാര്യങ്ങളെ മുക്കിക്കളയുക എന്നുള്ള രീതിയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പൊതുജനവുമായി യാതൊരു ബന്ധവുമില്ല. പൊതുഖജനാവിന് ഈ പറയുന്നവരാരും നഷ്ടമുണ്ടാക്കിയിട്ടില്ല, ഇല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് യാതൊരു അലോരസം ഉണ്ടാക്കിയിട്ടില്ല. പൊതുജനം ഇപ്പൊ ആകെ ഇതിനകത്ത് ഈ കേസിന് അല്പമെങ്കിലും ഒരു മെറിറ്റ് ഉണ്ട് എന്ന് പറയാനായിട്ട് ഇന്ന് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു വാർത്ത ശ്രീ കൊല്ലം MLA മുകേഷിനെതിരെയുള്ള ഒരു കേസാണ്. അത് മാത്രമാണ് ഈ കമ്മിറ്റി വന്ന് ഈ ഇത്രയും ദിവസം കിടന്ന് ചർച്ചിച്ച് ഉണ്ടായിട്ടുള്ള ആകെ ഒരു പൊതുജനത്തിന് ശ്രദ്ധിക്കേണ്ടതായിട്ട് ആകെ ഒരു കേസേ ഉള്ളൂ. സാധാരണ സ്ത്രീ പീഡനം കേരളത്തിൽ പുതിയതായിട്ടൊന്നും അല്ലല്ലോ, ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ നിയമവഴി എങ്ങനെയാണ് പോകുന്നത്? പോലീസ് കേസെടുക്കും, കോടതി പോകും, ജാമ്യമില്ല, ഇതൊക്കെ ഡെയിലി ഇതുണ്ട്. ഇവിടെ ഇത് സിനിമാക്കാരായതുകൊണ്ട് വലിയ വാർത്ത, ഒരു ഇക്കിളിപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഇതിന്റെ പിന്നാലെ പോകുമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തുമാത്രം അടിയന്തരമായ കാര്യമുണ്ട്. ഈ ധനുഷി പറഞ്ഞ വയനാടിന്റെ വിഷയം, ഈ വയനാടിന്റെ വിഷയം ചോദിക്കരുത് എന്നുള്ള ഒരൊറ്റ അജണ്ടയിലാണ് ഇതെടുത്ത് പെട്ടെന്ന് ഈ 2019 കൊടുത്തൊരു റിപ്പോർട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എന്തിനാ പുറത്തുവിടുന്നത്? ഇതിനു മുമ്പ് പുറത്തുവിടാൻ പാടില്ലായിരുന്നു. ഇതിനു മുമ്പ് പുറത്തു വിടാമായിരുന്നല്ലോ. പലരും പറഞ്ഞില്ലേ ഈ അത് പുറത്തു വിടണം, വിട്ടിട്ടില്ലല്ലോ. ഇപ്പോഴെന്താ, ഇത് ഓണക്കാലം കൂടെയാണ്, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഓണക്കാലം 3 വിഷയങ്ങളാണ് ഇതിനകത്ത് പോകുന്നത്. ഒന്ന് മുല്ലപ്പെരിയാറിന്റെ വിഷയം പൊങ്ങി വന്നു, പക്ഷെ അത് വേണ്ട രീതിയിൽ AC ഇല്ല, അത് മാറ്റിവെച്ചു.
രണ്ടാമത്തെ കാര്യം, സപ്ലൈകോ അടക്കമുള്ളിടത്ത് ഓണത്തിന്റെ ഐറ്റംസ് ഇതുവരെ എത്തിയിട്ടില്ല. ഓണം ഇങ്ങ് എത്തി, ഇനി വിരലെണ്ണാൻ ദിവസം മാത്രമേ ഓണത്തിനുള്ളൂ. ഇതിപ്പോ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് അത്തം തുടങ്ങും. അല്ല അത്തം 10-ന് ഓണമാണ്. ബിജുചേട്ടാ, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് മുങ്ങിപ്പോയ വാർത്തകൾ ബിജുചേട്ടൻ പറഞ്ഞത് കൊണ്ട് ഞാനൊന്ന് ലിസ്റ്റ് ഇട്ട് പറയാം. അതായത് ഇത്തവണ കിറ്റ് എല്ലാവർക്കും കിറ്റില്ല. കിറ്റ് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കിറ്റുള്ളൂ. കിറ്റിനകത്ത് സാധനങ്ങളില്ല. സർക്കാരിന് ഓണാഘോഷത്തിന് പൈസ ഇല്ല. വയനാടിന്റെ ഈ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. എത്ര കലാകാരന്മാർ ഇത് പട്ടിണിയാവും. രണ്ടാമത്തെ കാര്യം, 3000 കോടി രൂപയാണ് കടമെടുക്കുന്നത്. കേരളം അതിഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നാലാമത്തെ കാര്യം, വയനാട് പുനരധിവാസത്തിൽ അവിടെയുള്ള ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നു. അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അവർക്ക് അവിടെ ഭക്ഷണം പോലും നേരെ ചൊവ്വയിൽ ലഭിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ പല ദിക്കിൽ നിന്നായിട്ട് വരുന്നുണ്ട്. അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഇടയിൽ കൂടെ ഒരു വാർത്ത ഞാനൊരു ഫ്ലാഷ് ന്യൂസ് പോലെ കണ്ടതാണ്. ഞാൻ അപ്പോൾ ആ വാർത്ത എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ ഇപ്പൊ അത് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ടൂറിസം വകുപ്പ് ഈ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സാഹചര്യത്തിൽ എത്ര വിദേശ രാജ്യങ്ങളാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, 2-3 എണ്ണം ഉണ്ട്. തായ്ലൻഡ് അടക്കം സന്ദർശിക്കാൻ പോവുകയാണ്. അതെന്തിനാണ് സന്ദർശിക്കുന്നതെന്ന് അറിയാമോ? വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സാഹചര്യത്തിൽ കേരളം സേഫ് ആണെന്ന് മറ്റ് രാജ്യങ്ങളെ ബോധിപ്പിക്കാൻ സന്ദർശനം നടത്തുകയാണ്. എന്തൊരു അതിക്രമമാണിതെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു അതിക്രമമാണ്, അതിഭീകരമായിട്ടുള്ള അതിക്രമം, പറയാതിരിക്കാൻ നിർത്തിയില്ല. ഇതിന്റെ ഇടയ്ക്ക് ഇന്ന് രാവിലെ വേണ്ടൊരു വാർത്തയുണ്ട്. അത് നമ്മളാരും വലിയ വാർത്തയെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ സാധാരണപ്പെട്ടവനെ ചിന്തിക്കേണ്ട ഒരു വാർത്ത തന്നെ. ചെറുപയറിന് 1 കിലോയ്ക്ക് 86 രൂപയായി. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഈ ജനം ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. വയനാട് നിങ്ങൾ എന്ത് ചെയ്തു? ഒപ്പം തന്നെ നിങ്ങൾ ക്ഷേമ പെൻഷൻ നൽകുമോ? കിറ്റ് നിങ്ങൾ ഇത്തവണ കൊടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ സപ്ലൈകോയിൽ എത്ര ഐറ്റംസ് നിങ്ങൾ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നുണ്ട്? എത്ര രൂപയാണ്? ഈ വലിയ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ അനവധി ചോദ്യ ശരങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ട ഈ സർക്കാരിനെയാണ് ഈ പെണ്ണ് കേസിനെയും പാവാടച്ചരടിന്റെ പിന്നിൽ ഇവന്മാർ ഒളിപ്പിച്ചു വെക്കുന്നത്. ഇതിനിടയിൽ വളരെ വിഷമം അതെ, അതെ. തോന്നിയ ഒരു കാര്യമുണ്ട്. നമ്മൾ ആ പോയിന്റിലേക്ക് വരാം. ഇനി വിഷമം തോന്നിയ ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ പിന്നെ നമ്മുടെ ഒരു UP-യിൽ ഒരാൾ മരിച്ചപ്പോ ഇവിടുന്ന് 10 ലക്ഷം രൂപ നമ്മുടെ കേരള മുഖ്യമന്ത്രി കൊടുത്തിരുന്നു. അന്നത് ഒരാഴ്ചക്കാലം ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരാഴ്ചക്കാലം ഈ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ആഘോഷിച്ചു. അതുപോലെ തന്നെ ഈ സ്റ്റാലിൻ മുമ്പ് ഒരു സാമ്പത്തിക സഹായം ചെയ്തു, അത് ഒരാഴ്ചക്കാലം ആഘോഷിച്ചു. ഇവിടെ ഈ രാജ്യത്തെ 5 സംസ്ഥാനങ്ങൾ, അവരാരുമായിക്കോട്ടെ, BJP-യോ JDU-ഓ SUC-യോ ഇല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ ഭരിക്കുന്നത്, പക്ഷെ ആ സർക്കാരുകൾ കൊടുത്ത വാർത്ത പോലും ഒരു മാധ്യമവും നൽകിയിട്ടില്ല. ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ്, അദ്ദേഹത്തെ തെറി വിളിക്കാൻ ഇവിടെ 100 നാക്കാണ് എല്ലാ മാധ്യമങ്ങൾക്കും, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും. അവിടുന്ന് ഒരു 10 കോടി രൂപ അദ്ദേഹം വയനാടിന് കൊടുത്തു. മധ്യപ്രദേശ്, എടുത്തു പറയേണ്ട ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മോഹൻ യാദവ് നല്ലൊരു മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം 20 കോടി രൂപയാണ്. മഹാരാഷ്ട്രയിൽ BJP അവരുടെ സഖ്യകക്ഷികളും കൂടാണ് ഭരിക്കുന്നത്, NDA ആണ് ഭരിക്കുന്നത്, അവർ കൊടുത്തു 10 കോടി. ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു സഖ്യകക്ഷികളും 10 കൊടുത്തു അവര്. അങ്ങനെ 50 കോടി രൂപ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഈ വയനാട് ദുരിതാശ്വാസത്തിന് കൊടുത്തിട്ട് ഒരാൾ പോലും അത് വാർത്തയാക്കാൻ തയ്യാറായില്ല എന്നുള്ള ഒരു വലിയ വിഷമകരമായ ഒരു കാര്യമാണ്. കാരണം ഈ യോഗിയെ കുറ്റം പറയാൻ എല്ലാവർക്കും 100 നാവാണ്. മറ്റു പല കാര്യങ്ങളുമുണ്ട്. സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത്, സുരേഷ് ഗോപി ചെയ്യേണ്ട ഒരു വ്യക്തി അല്ലല്ലോ, അദ്ദേഹം കേന്ദ്രത്തിന്റെ ഭാഗമാണ്. അത് കേന്ദ്രം കൊടുക്കുന്ന സഹായത്തിൽ അദ്ദേഹവും പെടുന്നതാണ്. അപ്പം ഇവിടെ അതുപോലെ തന്നെ വിവിധ സംഘടനകൾ കൊടുത്തു. അത് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ വലിയ പ്രശ്നമുണ്ട്. പണ്ട് ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്, സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ K. കരുണാകരന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഭയങ്കര കൃഷ്ണഭക്തനായിരുന്നു, ഗുരുവായൂർ അമ്പലത്തിലെ വലിയ ഭക്തനായിരുന്നു. എല്ലാ മാസവും 1-ാം തീയതി തൊഴുകയും കദളിക്കൊല കാണിക്ക വെക്കുകയൊക്കെ ചെയ്തൊരു ഭക്തൻ. അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഗുരുവായൂരപ്പൻ തന്നെ അത് ട്വിസ്റ്റ് ചെയ്ത് വിടുമായിരുന്നു എന്നാണ് പറയുന്നത്. അതിനായിട്ട് വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, അന്നത്തെ കാലം ഇതൊക്കെ ചാനലുകളും സോഷ്യൽ മീഡിയയിലും ഒന്നും ഇല്ല. അപ്പൊ ഈ ഭഗവാൻ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലോ ഇല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ പേമാരിയോ ഇല്ലെങ്കിൽ കടുത്ത വരൾച്ചയോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കും. അപ്പൊ ഈ മാധ്യമങ്ങളുടെ എല്ലാം ശ്രദ്ധ അങ്ങോട്ട് പോകും. അതായത് ശ്രീ K. കരുണാകരൻ വലിയ പ്രതിസന്ധി നിൽക്കുമ്പോൾ ഭഗവാൻ അങ്ങനെ അദ്ദേഹത്തെ രക്ഷിച്ചതായിട്ട് അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദങ്ങൾ പറയുന്ന ഒരു കഥയാണെങ്കിൽ പോലും, ശിങ്കിടികൾ പറയുന്ന ഒരു കഥയാണ്. പക്ഷെ ആ കഥയെ കവച്ചു വെക്കുന്ന രീതിയിലാണ് കേരളത്തിൽ പോകുന്നത്. കേരളത്തിൽ ഇതുവരെ വന്ന ഇത്രയും നാൾ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഏതെങ്കിലും കാര്യത്തിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? സരിതയുടെ കേസ് എത്ര നാൾ നമ്മൾ ചർച്ച ചെയ്തു, വാർത്തയാക്കി. ഞാനും അന്ന് മുഖ്യധാര മാധ്യമങ്ങളുള്ള, അതെനിക്കറിയാം. പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ 45 ദിവസം കറക്റ്റ് എല്ലാ പ്രൈം ടൈമിലും ഡിസ്കസ് ചെയ്തു, ഡിബേറ്റ് അവർ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് എന്തായി? ഒന്നും ആയില്ല. അത് പൊതുഖജനാവിന് നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേസല്ല. ആ കേസിന്റെ പുറകിന് പോയി. അവസാനം എന്താണ്? ഇതിന്റെ ഇടയ്ക്ക് ബാർക്കോഴ വന്നു. ആ ബാർക്കോഴ പൊങ്ങി വരാതിരിക്കാൻ വീണ്ടും ഇക്കിളിപ്പെടുത്തുന്ന കഥകളും കൊണ്ടുവന്നു. പക്ഷെ ബാർക്കോഴ എങ്ങനെയൊക്കെയോ പൊങ്ങി വന്നു. രണ്ടാമത് വന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണ്. കോവിഡ് വന്നു, ആ ബഹളം, അതിന്റെ ബഹളം, പ്രശ്നങ്ങൾ വലിയ രീതിയിൽ. ഗംഗയിൽ കൂടെ ശവം ഒഴുകുന്നു, പിന്നെ വാക്സിൻ എത്തിയില്ല, കുന്തം എത്തിയില്ല,
സ്വപ്ന അതിർത്തി കടന്നു. അതുപോലെ തന്നെ ഡോളർ കള്ളക്കടത്ത് കേസിന്റെ പൊടി പോലും ഇല്ല, പുക പോലും ഇല്ല. ഇങ്ങനെ പോകുന്നു. ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ ഈ വയനാട് ദുരന്തം ഓണം എടുത്തുന്നു. ഈ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുമെന്ന് സാമ്പത്തിക പ്രതിസന്ധി നട്ടം തിരിയുന്ന കേരളം എങ്ങനെ മുമ്പോട്ട് പോകും? ഓണാഘോഷം പലയിടത്തും നടക്കില്ല. ഈ ഒരു സാഹചര്യത്തിൽ ജനം ചിലപ്പോൾ ചോദിക്കും, എന്തുകൊണ്ട് ഓണാഘോഷം നടന്നില്ല, ബാക്കിയുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുന്നില്ല ഇവിടെ എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ സർക്കാരിന് മറുപടി ഉണ്ടാകില്ല പറയാൻ. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇനിയിപ്പോ ഇതെല്ലാം ഒന്ന് കെട്ടടങ്ങി കഴിയുമ്പോൾ ഈ കേരളം പറയാൻ പോകുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കേന്ദ്രം ഇത്തവണ സഹായിച്ചില്ല, മലയാളികളെ വഞ്ചിച്ചു, ഓണം കേന്ദ്രം സഹായിച്ചില്ല. അതെ അതെ. ഇതിന്റെ ഇടയിൽ മുങ്ങിപ്പോകുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബിജുചേട്ടാ, കേന്ദ്രത്തിന് ഒരു റിപ്പോർട്ട് കൊടുക്കണം. എത്ര ആൾക്കാരാണ്, എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇവിടെ എന്തൊക്കെ ഉരുൾപൊട്ടലിൽ എത്ര ആൾക്കാർ മരണപ്പെട്ടു, എങ്ങനെയാണ്, എത്ര വീടുകൾ നശിച്ചു, എല്ലാം കൃത്യമായിട്ട് ആ റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഈ ഒരു വലിയൊരു പ്രതിസന്ധി അത് ഓവർകം ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ആണ് സർക്കാർ ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഭൂതത്തെ തുറന്നു വിടുന്നത്. അതോടുകൂടി സകല മാധ്യമങ്ങളും അതിന്റെ പിറകിലോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. ഈ റിപ്പോർട്ട് കൊടുത്തോ, ഈ റിപ്പോർട്ട് കൊടുത്തില്ലേ എന്നുള്ളതിനെ കുറിച്ച് യാതൊരുവിധ ധാരണ ഇപ്പൊ ഇവിടെ ആർക്കുമില്ല. അത് അതിനകത്ത് മുങ്ങിക്കിടക്കുകയാണ്. ഇനി ഈ ഹേമ കമ്മിറ്റിയുടെ അലയൊലികൾ മാറുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയാൻ പോകുന്നത് കേന്ദ്ര സഹായം കിട്ടിയില്ല, കേന്ദ്രം തന്നില്ല എന്നായിരിക്കും അവർ പറയാൻ പോകുന്നത്. ഇവര് മുഖ്യ വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഈ വയനാട് ഉരുൾപൊട്ടൽ നടന്ന രണ്ടാമത്തെ ദിവസം ആദ്യത്തെ ദിവസം 140 കോടി രൂപയാണ് കേന്ദ്രം റിലീസ് ചെയ്ത് കൊടുത്തത് കേരള സർക്കാരിന്. അതും കൂടെ ചേർത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഡിസാസ്റ്റർ അതായത് ദുരിതാശ്വാസ ഫണ്ടിൽ 545 കോടി രൂപ വരും. ആ തുകയൊക്കെ എവിടെയാണ്, ആ തുകയൊക്കെ എങ്ങനെ ചെലവഴിച്ചു, ആ തുക അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരുവിധ ധാരണയില്ല എന്ന് മാത്രമല്ല, അതിന്റെ പിറകിൽ ഇതുപോലെ NDA സർക്കാരുകൾ പോലെയുള്ള പല ആൾക്കാർ കൊടുക്കുന്ന പല ശതകോടി രൂപകൾ, 50 കോടി രൂപയാണ് ഈ ഇത്രയും സംസ്ഥാനങ്ങൾ ചേർന്ന് കൊടുത്തിരിക്കുന്നത്. ആ തുക, ഈ തുകയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് ഇപ്പോ ഇത് തുറക്കുമ്പോ, TV തുറക്കുമ്പോൾ ഇതിനകത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അതായത് ഈ നമ്മൾ മലയാളികൾ വെറും മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കാരണം നമുക്ക് ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. പക്ഷെ ഇത്രയും മണ്ടന്മാരായിട്ടൊരു ജനം വേറെങ്ങുമില്ല. നമുക്ക് വേണ്ടത് ഈ ഇതുപോലെയുള്ള വാർത്തകളാണ് നമുക്ക് കുറച്ചുകൂടെ ഹരം പകരുന്നത്. ഇതിന് കഴിയുമ്പോൾ തളർന്നിരിക്കുമ്പോൾ ഒരു കിറ്റൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റായി, നമുക്ക് വേറെ ഒന്നും വേണ്ട. എന്നിട്ട് നമ്മുടെ പണി രാവിലെ എഴുന്നേറ്റ് വടക്കോട്ട് നോക്കും, വടക്കിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയും, അഭിപ്രായം പറയും. എന്നാൽ പ്രധാനപ്പെട്ട ഒന്നും പറയില്ല. ബംഗ്ലാദേശിനെ കുറിച്ച് പറയോ ഇല്ല, ബംഗാളിനെ കുറിച്ച് പറയോ ഇല്ല. പകരം UP യിലേക്ക് നോക്കും, യോഗി എന്ത് ചെയ്തു എന്നുള്ളത്. ഇന്നലെ ഞാൻ ഒരു രസകരമായ ഒരു വാർത്ത പറഞ്ഞുതരാം. UP ഒരു ബില്ല് കൊണ്ടുവന്നു, ഈ സോഷ്യൽ മീഡിയ ബില്ലാണ് കൊണ്ടുവന്നത്. ആ ബില്ലിനകത്ത് പറഞ്ഞിട്ടുണ്ട്, രാജ്യദ്രോഹപരമായ പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ജീവപര്യന്തം ശിക്ഷ പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു കാര്യമുണ്ട്, സംസ്ഥാനത്തിന്റെ വാർത്തകൾ നൽകുന്ന ഈ ഇൻഫ്ലുവൻസർമാർക്ക്, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് സർക്കാർ സാമ്പത്തികം. ഇത് തന്നെ കർണാടക മുഖ്യമന്ത്രി പറഞ്ഞിട്ട് 3 ആഴ്ച ആയുള്ളൂ. എന്താ സംഭവം ധനുഷിന് മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാതെ അത് ഞാൻ ഇന്നലെ വിശദമായിട്ട് തന്നെ അത് വാർത്ത ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ നമ്മുടെ സർക്കാർ പരസ്യങ്ങളുണ്ട്, ഈ PRDയുടെ ഈ സർക്കാർ പരസ്യങ്ങളാണ് നമ്മുടെ ഈ മുഖ്യധാര പത്രങ്ങളിലും ചാനലുകളിലും മാത്രമായിരുന്നു കൊടുത്തോണ്ടിരുന്നത് സർക്കാർ. ഇപ്പോ അത് നമ്മുടെ സംസ്ഥാന സർക്കാർ അത് കുറെ നാളായി മാറ്റിയിട്ടുണ്ട്. അതിപ്പോ സോഷ്യൽ മീഡിയയും ഈ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അപ്പുറത്തേക്കാണ്. ഇപ്പൊ ഒരു 5 ലക്ഷം ഇല്ലെങ്കിൽ 10 ലക്ഷം ഇല്ലെങ്കിൽ 20 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു സോഷ്യൽ മീഡിയയില് സംസ്ഥാന സർക്കാരിന്റെ ഒരു വാർത്ത വരുന്നതിന് തുച്ഛമായ ഒരു തുക കൊടുത്താൽ മതിയാകും. ആ തുച്ഛമായ ഒരു തുക കൊടുക്കുമ്പോൾ അത് എത്ര ലക്ഷം പേരിലേക്ക് എത്തുന്നു. അതുകൊണ്ട് ഇപ്പൊ എല്ലാ സംസ്ഥാന സർക്കാരുകളും അത്തരത്തിലേക്കാണ് നീങ്ങുന്നത്. അതിന്റെ റേറ്റാണ് ഇപ്പോൾ സ്ലാബ് തിരിച്ച് പറഞ്ഞത്, ആ UP സർക്കാർ പറഞ്ഞത്. ഇത് തന്നെ കർണാടകത്തിലും കൊടുക്കുന്നുണ്ട്. കർണാടകത്തിൽ 3 ആഴ്ച മുമ്പ് സിദ്ധരാമയ്യയും ഈ പാക്കേജ് പ്രഖ്യാപിച്ചു. അതായത് സർക്കാരിന്റെ വാർത്തകൾ ഇനി മുതൽ ഞങ്ങൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ ഫോളോവേഴ്സും ഉള്ളവർക്ക് കൊടുക്കും, അവർക്ക് ഞങ്ങൾ ഒരു തുക കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ തുകയൊക്കെ എടുത്തിരുന്ന ആരാണ്? ഇവിടുത്തെ പത്രങ്ങളും ചാനലുകളും മാത്രമായിരുന്നു ഈ തുക വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവരുടെ തുക ഡിവൈഡ് ചെയ്ത് ബാക്കിയുള്ളവർ കൂടെ പോകുന്നുള്ളതിന്റെ ഒരു വിഷമം കൊണ്ടാണ് ഇപ്പൊ വാർത്ത അടിക്കുന്നിരുന്നിട്ട്, അതായത് ഇങ്ങനെ അവരെ പുകഴ്ത്തുന്നവർക്ക് പൈസ കൊടുക്കുമെന്നൊക്കെ പറയുന്നത്. പുകഴ്ത്തുന്നവർക്ക്, BJP പുകഴ്ത്തുന്നവർക്ക് അല്ലെങ്കിൽ യോഗിയെ പുകഴ്ത്തുന്നവർക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പണ്ടേക്ക് അത് ചെയ്യാൻ പാടില്ല. യോഗി ആദിത്യനാഥ് എന്നൊക്കെ പറയും ഇന്ത്യയിലെ 120 ലോക്സഭാ മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള നാദ് വിഭാഗത്തിന്റെ മഠാധപിയാണ് ഈ യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിന് ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ലാതെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയിലുള്ള ഒരു നേതാവാണ് യോഗി ആദിത്യനാഥ്. അതായത് ഒറ്റയ്ക്ക്, അതായത് പൊളിറ്റീഷ്യൻ എന്ന നിലയിലല്ല അദ്ദേഹത്തിന്റെ, അതായത് ഈ മഠത്തിന്റെ അധിപൻ എന്ന നിലയിലാണ്. അദ്ദേഹത്തിന് 27 ലക്ഷം ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയിലുള്ള ഒരു വ്യക്തിയാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം മാറ്റി നിർത്തിയപ്പോൾ അദ്ദേഹത്തിന് പൈസ കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ കാര്യം പ്രൊമോട്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ ആർക്കൊക്കെയാ പൈസ കൊടുക്കേണ്ടത്? അത് ഈ പറയുന്നതിനൊരു അതിര് വേണ്ട. അതായത് എന്തെങ്കിലും കാണുക, അതായത് അതിനെ അപമാനിച്ചിട്ട് അതിന്റെ യഥാർത്ഥ വസ്തുക്കൾ മറച്ചു വെച്ചുകൊണ്ട് റിപ്പോർട്ടിങ്. രണ്ടാമത്തെ, ഇതിനെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നല്ല പറയുന്നത്.
മുക്കിയ മാധ്യമങ്ങൾ എന്നാണ് പറയുന്നത്. വാർത്ത മുക്കുകയാണ് മെയിൻ പേര്, നല്ല അതെ അതെ വാർത്തകൾ മുക്കുക. ഇപ്പൊ അതെ. ഇതാണ് വലിയ ചർച്ച ഇവിടെ. ഈ ചർച്ചകൾ കഴിയുമ്പോൾ ഒരു ഇതിപ്പോ മിക്കവാറും എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ഒരു 3-4 ഒക്കെ ആകുമ്പോൾ ഈ വാർത്തയുടെ ഒരു പവർ കുറഞ്ഞു തുടങ്ങും. അതായത് ഇനിയും ഇതിന് ഉം. സ്കോപ്പ് ഉണ്ട്. ഇപ്പൊ ഇതുവരെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ വലുതായിട്ട് ഈ വാർത്തയിൽ എത്തപ്പെട്ടിട്ടില്ല. ഇനി സോഷ്യൽ മീഡിയ പതുക്കെ ഇറങ്ങാൻ ഒരു തുടങ്ങും. സോഷ്യൽ മീഡിയയിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ കേട്ടോ, അത് ഞാൻ ടു ബി ഫ്രാങ്ക് ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മാധ്യമങ്ങളെ പിടിച്ച് തള്ളി എന്ന് പറഞ്ഞൊരു വാർത്ത വന്നല്ലോ. ആ വാർത്ത വന്നപ്പോ ഞാൻ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം ആയിരുന്നാലും ഫേസ്ബുക്ക് ആയിരുന്നാലും വാട്സപ്പ് ആയിരുന്നാലും എല്ലാവരും സുരേഷ് ഗോപിക്ക് അനുകൂലമാണ്. കാരണം യവന്മാർക്ക് 2 കിട്ടേണ്ടതെന്നാണ് യവന്മാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ. കാരണം ജനങ്ങൾക്ക് മടുത്തു എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഈവൻ ചുടാപ്പികൾ പോലും സുരേഷ് ഗോപിക്കാണ് സപ്പോർട്ട്. അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ വാർത്ത ഇല്ലെങ്കിൽ വാർത്ത ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 മാധ്യമ പ്രവർത്തകയായിട്ടുള്ള അപർണ കുറുപ്പ്, ആ ധർമ്മജൻ ബോൾഗാട്ടി എന്ന് പറഞ്ഞ ആള് വിളിക്കുന്നു. ആ ആള് വിളിക്കുമ്പോൾ അയാൾ അങ്ങ് പ്രകോപിപ്പിക്കുകയാണ്. പ്രകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാന്യതയില്ലാതെയാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും അയാൾ മാക്സിമം പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്നു. അവസാനം അയാൾ പ്രകോപിതനായിട്ട് പറയുന്നു, ഞാൻ വല്ല പച്ചത്തെറിയും വിളിച്ചു പറയൂ എന്ന് പറയും. ആ ഉടനെ KUWJ പത്രക്കുറിപ്പ് ഇറങ്ങി. KUWJ ഇറക്കിയിരിക്കുന്നത് മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചു, ധർമ്മജൻ ബോൾഗാട്ടി അപലപിക്കുന്നു, പ്രതിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ആരാ പത്രക്കുറിപ്പ് ഇറങ്ങിയത്? താഴെ ഒപ്പ് കിരൺ ബാബു. കിരൺ ബാബുവിന്റെ പേരിൽ ഒരു കേസുണ്ട്. അതൊരു സ്ത്രീ കൊടുത്ത കേസാണ്. എന്നിട്ട് കിരൺ ബാബുവിന്റെ ആ കേസിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ആരോപണം വന്ന എല്ലാവരും രാജിവെക്കണമെന്ന് പറയുമ്പോൾ കിരൺ ബാബുവിന് തന്നെ കേസ് വന്നപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. കിരൺ ബാബുവാണ് ഇപ്പൊ പ്രസ് ക്ലബിന്റെ തലപ്പത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമില് ഹാഷർ ചോദിക്കും പോലെ എന്തൊക്കെയാ ചേട്ടാ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കേണ്ട അവസ്ഥ. അതെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ വാർത്ത കൊടുക്കുമ്പോൾ വാർത്ത പിന്നെ ഒരു വൺ സൈഡ് വാർത്ത കൊടുക്കുന്നതുകൊണ്ടാണ് ഈ മാധ്യമങ്ങളെല്ലാം തള്ളിക്കളയുന്നത്. ഇപ്പം ഒരുപക്ഷെ എനിക്ക് നിലപാടുള്ള വ്യക്തിയാണ്, എനിക്ക് പക്ഷമുണ്ട്, ഞാൻ ആ പക്ഷം ചേർന്ന് തന്നെയാണ് എക്കാലവും പോയിട്ടുള്ളത്, ഇപ്പോഴും പോകുന്നത്. എങ്കിൽ പോലും ഞാൻ എന്റെ പക്ഷത്തിന് നീതി പുലർത്തിയിട്ട് വാർത്തകൾ നൽകാറുണ്ട്. അതല്ല വാർത്ത മുക്കുന്നത്. ശരി, ഒരു രാജ്യത്ത് ഇപ്പൊ നമ്മുടെ വയനാട് കണക്ക് ഒരു വലിയ ദുരന്തം നടക്കുമ്പോൾ അവിടെ സഹായവുമായിട്ട് സംസ്ഥാനം എത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു വരി വാർത്തയെങ്കിലും കൊടുക്കണ്ട, ഒരു മാന്യതയല്ലേ അത്? അതായത് അതെ അതെ അതെ. ഇങ്ങനെ അവരൊരു 20 കോടി രൂപ തന്നു, നമ്മളെ എന്നും കുറ്റം പറയാൻ മാത്രം വാ തുറന്നാ പോരല്ലോ. യോഗി കൊടുത്തതോടെ നമ്മൾ പറയണ്ടേ, ഉം. ഇല്ലെങ്കിൽ BJP അതെ കൊടുത്തതോടെ അതെ പറയണ്ടേ? ചന്ദ്രബാബു നായിഡു ഇപ്പൊ അതെ. BJP കേന്ദ്ര സർക്കാരിനെ മറിച്ചിടുമെന്ന് നമ്മൾ എഴുതുന്നുണ്ടല്ലോ. അപ്പൊ ആ ചന്ദ്രബാബു നായിഡു 10 ഉം. കോടി കൊടുത്തത് പറയണ്ട, ഇതൊന്നും പറയുന്നില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കേന്ദ്രം ഫസ്റ്റ് ടൈം തന്നെ റിലീസ് ചെയ്തത് 140 കോടി രൂപയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് ടൈം ആ അതെ അതെ ദുരന്തം അതെ ഉണ്ടായപ്പോ അതെ തന്നെ അത് അതെ. റിലീസ് ചെയ്തു. ഇങ്ങനെ അനവധി ഉണ്ട്. ഇവിടെ എന്ത് ചെയ്തു? ഈ ചോദ്യങ്ങളൊന്നും വരരുത്, അതിന് വേണ്ടിയിട്ട് ഡെയിലി ഉം. എന്താണ് ഇത്, പീഡനം വാർത്തകൾ വരുന്നു. ആ ഉം. നടൻ, ഈ നടൻ, ഉം. മറ്റേ നടി എന്നൊക്കെ അങ്ങ് പറയുകയാണ്. ശരിക്കും പറഞ്ഞാല് പച്ച ഒരുപക്ഷെ വീഴ്ചയാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വിരലെണ്ണാവുന്ന ഈ വലതുപക്ഷ മാധ്യമങ്ങൾ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ മധ്യപ്രദേശിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും മറ്റും വന്ന തുകകളുടെ കണക്ക് പോലും ഈ ജനം അറിയത്തില്ലായിരുന്നു. വളരെ വളരെ അതെ അതെ. ചുരുക്കം വലതുപക്ഷ അനുകൂലമായിട്ടുള്ളതല്ല, സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ ചെയ്യുന്ന ഒരു ചെറിയ വിരലെണ്ണാവുന്നവരെങ്കിലും ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ലോകം അറിയത്തില്ലായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്തൊക്കെയോ ഈ പശ്ചിമ ബംഗാളിൽ നടക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും, ബംഗ്ലാദേശ് പോട്ടെ, പശ്ചിമ ബംഗാളിൽ നടക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു? അവിടെ ഉം. ഉം. പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? വൺ സൈഡ് റിപ്പോർട്ടിംഗ് ആണ്. അവിടെ എന്താണ് സംഭവം എന്ന് അവർ പറയുന്നില്ല. പകരം അവിടെ ഇപ്പൊ അവര് ആ അതെ വാർത്തയുടെ അതെ. തലക്കെട്ട് BJP തൃണമൂൽ കോൺഗ്രസ് സംഘർഷം എന്നുള്ള രീതിയിലാണ്. എന്തുകൊണ്ടാണ് അവിടെ ആ സംഘർഷം വന്നതെന്ന് പോകുന്നില്ല, കാരണത്തിലേക്ക് പോകുന്നത്. കാരണം എന്താണ്? അവിടെ ഒരു ട്രെയിനി ഡോക്ടർ അതിദാരുണമായി 30 കുറെ അധികം പേരാൽ പീഡിപ്പിക്കപ്പെട്ട് ആ, ഉം. കൊല്ലപ്പെടുകയുണ്ട്. ഒരു പ്രതി ഉള്ളെന്ന് പറയുന്നു, ഒന്നിലധികം ഉണ്ടെന്ന് പറയുന്നു. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തേണ്ട കാര്യമാണ്. ഇത് ആ ഇവിടുത്തെ കാര്യങ്ങൾ മാധ്യമങ്ങള് ഈ മുക്കുന്നു. വാർത്ത കൊടുക്കുന്ന ഒരു സെറ്റപ്പാണ്. പശ്ചിമ ബംഗാളില് സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ അത് BJP തൃണമൂൽ കോൺഗ്രസ് സംഘടനം. മണിപ്പൂരിൽ സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷം. എന്തൊക്കെയാണ് ഇവര് കൊടുത്തു വെക്കുന്നത് അല്ല മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ കൽക്കട്ടയിൽ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് നമ്മൾ ചികഞ്ഞ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ താഴോട്ട് വേറൊരു മതവിഭാഗമായിരിക്കും. മതം കൂടെ നോക്കും, ഉം. മതം നോക്കും, ഉം. പൊളിറ്റിക്സ് നോക്കും, മതത്തിനകത്ത് ജാതി ഉണ്ടോ എന്ന് നോക്കും, അതിനകത്ത് എത്ര സവർണൻ, എത്ര ഉം. അവർണൻ, എത്ര ദളിതൻ, എത്ര OBC എന്ന് ചോദിക്കും. ഇത് കഴിഞ്ഞ ദിവസം വലിയൊരു രസകരമായ ഒരു വാർത്ത കണ്ടു. കാരണം നമ്മുടെ ഈ എന്താണ് മിസ് യൂണിവേഴ്സലോ, അതായത് മിസ് ഇന്ത്യ മത്സരത്തിനകത്ത് ദളിത് OBC വിഭാഗങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി വലിയ പ്രശ്നം ഉണ്ടാക്കി, വിവാദം ഉണ്ടാക്കി. എടാ, ഇന്നലെ ഞാനത് ഉം. ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ചോദ്യം, അതായത് ഹരിയാനയിലുള്ള കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു, സന്തോഷമുണ്ടെന്ന്. ഹരിയാനയിൽ ഉം. സജ്ലി എന്ന് പറഞ്ഞിട്ട് ഒരു വനിതയുണ്ട്, ദളിത് വനിത. ഇവരെ മുഖ്യമന്ത്രി ആക്കാന്ന് ഉം. കോൺഗ്രസ് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ തവണ വോട്ട് പിടിക്കുക, അതിന് മുമ്പ് തവണ വോട്ട്. ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരുടെ പേര് പോലും ഈ രാഹുൽ ഗാന്ധി, വലിയ ദളിത് സ്നേഹവും പിന്നോക്ക സ്നേഹവും SC ST സ്നേഹവും ഉള്ള മനുഷ്യനാണ്, പറഞ്ഞില്ല. ഇതെന്ന് പറഞ്ഞാൽ ഉം. രാഹുൽ ഗാന്ധിക്ക് നോമിനേറ്റ് ചെയ്ത് വെക്കാനുള്ളതേ ഉള്ളൂ, മുഖ്യമന്ത്രിയായിട്ട് അവരെ വെക്കാന്നുള്ളത്. ഉം. അത് അദ്ദേഹം പറഞ്ഞില്ല. ഉം. പകരം അദ്ദേഹം പറഞ്ഞു മിസ് ഇന്ത്യ മത്സരത്തിൽ, മിസ് ഇന്ത്യ സർക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഏതെങ്കിലും സംഘടന
സുന്ദരിക്ക് പൊട്ടുകൊടൽ മത്സരം, സ്പൂണും നാരങ്ങ മത്സരം നടക്കുന്നിടത്തൊക്കെ സംവരണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അത്? അല്ല. ഇതേപോലത്തെ അത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഈ വാർത്ത മുക്കിക്കളഞ്ഞു. ഹരിയാനയിലെ കോൺഗ്രസ്സുകാർ പറഞ്ഞ വാർത്ത മുക്കിക്കളഞ്ഞു. അതെ 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 അതായത് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ വാർത്ത ഇവരൊന്നും അറിയാതെ പോകുന്നതല്ല, അറിഞ്ഞിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തം. ഇത് കമ്മീഷൻ അല്ല, ഇത് കമ്മിറ്റിയാണ്. കമ്മീഷൻ റിപ്പോർട്ടും കമ്മിറ്റിയാണ്. കമ്മിറ്റി റിപ്പോർട്ടും രണ്ടും രണ്ടാണ്. ഇതങ്ങ് അതെ രാവിലെ അതെ തൊട്ട് കയറിയിരുന്ന അവര് കുറ്റവാളിയാണ്, ഇവര് കുറ്റവാളിയാണ്, ഇഷ്ടമല്ലാത്ത നടന്മാരെ ഒക്കെ കുറ്റം പറഞ്ഞ് ഇവരെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പീഡനം സിനിമയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. അവിടെ ഒന്നും ഈ വാർത്ത വരില്ല. ഇപ്പൊ ഈ വാർത്ത പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇതാണ്. ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഈ ഓണം കൂടെ കഴിയുമ്പോൾ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പൊ ഇവർ ഏത് ഉം. റിപ്പോർട്ട് പൊക്കിക്കൊണ്ട് വരും എന്നാണ് ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഹേമ വന്നു, ഹേമ ആയിരുന്നു ഇത്ര നാൾ അകത്ത് പൂട്ടി വെച്ച ഭൂതമായിരുന്നു ഈ സാധനം 2019. ഉം. എന്തായാലും അതിനെ തുറന്നു വിട്ടു. ഇനി ആരായിരിക്കും കേരളത്തെ രക്ഷിക്കാൻ വരുന്നത്? സരിത വന്നു, സ്വപ്ന വന്നു, ഹേമ വന്നു. മൂന്നും ഉം. വനിതകളാണ് എന്നുള്ളതും ഒരു യാദൃശികമാണ് ഇതിനകത്ത്. അതെ 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 പക്ഷെ അതെ. സരിത കമ്മീഷൻ, സരിതയുടെ ഇതിന്റെ കേസില് വനിത അല്ലായിരുന്നു കേട്ടോ കമ്മീഷന്റെ ചെയർമാൻ. അതായത് ഉം. പേര് ഞാൻ ഉം. ഓർക്കുന്നില്ല. ഉം. അപ്പൊ ഇത് മൂന്ന് മൂന്ന് വനിതകളാണ് കേരളത്തിലെ മൂന്ന് സർക്കാരുകളുടെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. വലിയ പ്രതിസന്ധി. CPM-നെ അധികാരത്തിൽ കയറ്റിയതും കോൺഗ്രസ് താഴെ ഇറക്കിയത് ഒരു വനിത. CPM-ന് വലിയ ഉം. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് പ്രതിസന്ധികൾ ഒരു വനിത. സൃഷ്ടിക്കുന്നത് ഒരു വനിത. അതെ. ഇനിയിപ്പോ അതേ ഇത് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, ഈ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഈ ഈ ഇന്ത്യയെ കാണുന്ന ഇപ്പോഴത്തുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം മൂന്ന് സ്ത്രീകളാണ്. രണ്ട് രീതിയിലാണ് ഇത് പറയുന്നത്. കാരണം ഈ ഉം. മൂന്ന് സ്ത്രീകളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ത്യയിലെ ഭരണം പോയെന്ന് പറയും. അതിലൊന്ന് സോണിയാഗാന്ധി, മമതാ ബാനർജി, ഉം. ജയലളിത, മായാവതി. അങ്ങനെ 4 സ്ത്രീകളെ ഉം. കുറിച്ച് പറയുമായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് മൂന്ന് സ്ത്രീകളാണ് ഇന്ത്യയുടെ ഭരണം ഈ തരത്തിലേക്ക് ആക്കിയെന്ന് പറയും. കാരണം ഈ കോൺഗ്രസിന് ഒരു പ്രീണന ഉം. രാഷ്ട്രീയം ഉണ്ടായിരുന്നു, ബാലൻസിങ് ഉണ്ടായിരുന്നു. ഉം. അവിടെ ഷബാനു ഉം. ബാനു കേസ്, തസ്ലീമ നസ്രീന്റെ ഉം. കേസ്, ഒരു വനിതയോടുണ്ട്, ഞാൻ പേര് ഓർക്കുന്നു. ഈ മൂന്ന് വനിതകളെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇന്ത്യൻ പൊളിറ്റിക്സ് നീങ്ങിക്കൊണ്ടിരുന്നത്. അതായത് ഈ ഉം. ഈ ഷബാനു കേസിലാണല്ലോ പാർലമെന്റ് പുതിയ നിയമം കൊണ്ടുവന്നതും നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ അതെ അതെ ഇറങ്ങിപ്പോ അതെ. ഒരു വലിയ വിഷയം. അപ്പം ഹിന്ദുക്കൾ പിണങ്ങി. ആ ഹിന്ദുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തസ്ലീമ നസ്രീറിന്റെ ലജ്ജ ഉൾപ്പെടെ നിരോധിച്ചത്. അവിടെ ബാലൻസ് ചെയ്തു. പിന്നെ ഒരു വനിതയുടെ ഉണ്ട്, അത് ഞാൻ പേര് ഓർക്കുന്നില്ല. ആ ഒരു വനിതയ്ക്ക് നമ്മൾ അഭയം കൊടുക്കുക. അങ്ങനെ ഹിന്ദു മുസ്ലിം ബാലൻസിങ് പോയാണ് ഈ രാജ്യം ഇപ്പൊ ഈ കോൺഗ്രസിനെ ഇപ്പൊ ചവിട്ടുകൊട്ടയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ എല്ലാ കാലത്തും എല്ലായിടത്തും ഇത് തന്നെയാണ്. അപ്പം ഈ കേരളത്തിൽ ഇതാണ്. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടെന്നല്ല, അത് വലിയ ഒരു വിഷയം തന്നെയാണ്. ഉം. പീഡനം നടന്നിരിക്കുന്നു, അത് വലിയ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ അതിനകത്ത് ഇതിനു മാത്രം ചർച്ച ചെയ്യാനായിട്ടോ ഇല്ലെങ്കിൽ ഈ പൊതുജനങ്ങളെ ബാധിക്കുന്ന എന്ത് വിഷയമുണ്ട്? എന്റെ ചോദ്യം ഇപ്പോഴും ഞാൻ അതിനൊക്കെ നിർത്തുന്നു. ഈ ചെറുപയറിന് 1 കിലോയ്ക്ക് 86 രൂപയായത് എത്ര മാധ്യമങ്ങൾ ഇവിടെ വാർത്തയാക്കി? ഈ സപ്ലൈകോ സാധനങ്ങളെല്ലാം ഈ ഓണത്തിന് എത്തുമോ എന്നുള്ള കാര്യത്തിൽ എന്ത് ഉറപ്പുണ്ട്? ഉം. ഈ ഓണാഘോഷ പരിപാടികൾ ഉം. എന്തുകൊണ്ട് വെട്ടിച്ചുരുക്കി എന്നുള്ള ചോദ്യത്തിന് എന്ത് മറുപടി നൽകും? വയനാട് നിങ്ങൾ എന്ത് ഉം. തേങ്ങയാണ് ചെയ്തതെന്ന് വെച്ചാൽ എന്ത് മറുപടി നൽകും? ഈ വയനാട് നമ്മൾ പൊക്കിപ്പിടിച്ച് നടന്നല്ലോ എല്ലാവരും റേറ്റിംഗിന് വേണ്ടിയിട്ട്, ഡെയിലി വാർത്തയായിരുന്നു. എന്താണ് ഇപ്പൊ അതിനെക്കുറിച്ച് മിണ്ടാത്തത്? അങ്ങനെ അനവധി വിഷയങ്ങൾ. നേരത്തെ ധനുഷ് പറഞ്ഞത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. കാരണം ഈ വയനാടിന്റെ ദുരന്തത്തെ കുറിച്ച് മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവിടുന്ന് ഒരു സംഘം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നൊരു അതെ അതെ. വാർത്ത ശരിയാണ് ഉം. എങ്കിൽ തെമ്മാടിത്തരം എന്നാണ് അതെ. അതിന് പറയാൻ കഴിയുന്നത്. അവിടെ ഒരു ഹേമയുമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമല്ല, ഒരു നടനുമല്ല, നടിയുമല്ല, സാധാരണപ്പെട്ടവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉം. കാണാതെ വിദേശ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തിട്ട് എന്ത് തേങ്ങ ഇവിടെ കിട്ടാനുള്ളത്? ഒരു കുന്തം ഇവിടെ കിട്ടാനില്ല. ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിട്ട് ഇതിന്റെ ഇനിയിപ്പോ വരാൻ പോകുന്ന ഒരു വലിയ തലക്കെട്ടോട് ഞാൻ പറഞ്ഞത്, കേന്ദ്രം സഹായിച്ചില്ല, മലയാളികൾ ഓണം ആഘോഷിച്ചില്ല എന്നൊരു തലക്കെട്ടുമായിട്ടാണ് ഇനി വരാൻ പോകുന്ന ഒരു സാധനം. സത്യത്തില് ഉം. നമ്മളൊക്കെ നമുക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നുന്ന ഒരു ഫീൽഡായി ജേർണലിസം മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയും. കുറഞ്ഞ പക്ഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുൻപിൽ, ആ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ പോയ നടിമാരുടെ മാന്യതയെങ്കിലും നമ്മൾ ഓരോരുത്തരും കാണിക്കണം. നമ്മൾ ചെയ്യുന്ന പണി ശരിയാണോ മാധ്യമ എന്ന് അതെ നമ്മളൊരു സ്വയം അതെ നമ്മുടെ വിമർശനത്തിന് തയ്യാറാകണം. അതെ അതായത് അതെ പ്രഷർ മാധ്യമ ചെലുത്തി പ്രവർത്തകരൊരു വാർത്ത ഉണ്ടാക്കുക. ഉം. ഉം. അത് തന്നെയാണ് പ്രഷർ ചെയ്തിട്ട് വാർത്ത ഉണ്ടാക്കുക. മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത വാർത്തകൾ കുത്തിപ്പൊക്കുക, പഴയ വാർത്തകൾ കൊണ്ടുവന്ന് ആഘോഷിക്കുക, ഇതൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ മുങ്ങിപ്പോകുന്ന ഇത്തരത്തിലുള്ള വാർത്തകളാണ്. ഇനിയിപ്പോ എന്റെ ഒരു പ്രധാനപ്പെട്ട ഡൗട്ട്, ഈ 50 കോടി കേന്ദ്ര സർക്കാരിന്റെ NDA സർക്കാരുകൾ തന്നത് കേരള സർക്കാർ സ്വീകരിക്കുമോ എന്നാണ്. ചിലപ്പോ കേരള സർക്കാരിന് ചിലപ്പോ സമസ്തയോടൊക്കെ വല്ലോ ചിലപ്പോ ഇത് ചോദിക്കേണ്ട സമ്മതം വല്ലതും ചോദിക്കേണ്ട ഒരു സാഹചര്യം വല്ലതും ഉണ്ടോ എന്നാണ് എന്റെ ഒരു ഡൗട്ട്. അതുകൊണ്ടാണോ ഇനി മാധ്യമങ്ങൾ വല്ലതും വാർത്ത കൊടുക്കാതിരിക്കുന്നു എന്നാണ്. കാരണം ചാണകത്തി ചവിട്ടില്ല എന്നാണല്ലോ ഇവര് പറയുന്നത്. അതുകൊണ്ട് ആ വർഗീയ പൈസ ഇവര് വാങ്ങിക്കുമോ വാങ്ങിക്കില്ല എന്നുള്ളതായിരുന്നു എന്റെ ഡൗട്ട്. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ മുക്കി ഇപ്പോഴും ഹേമ കമ്മിറ്റി തന്നെയാണ് മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ പാവപ്പെട്ട വയനാട് പുനരധിവാസം കാത്തു കിടക്കുന്ന പാവപ്പെട്ട ജനങ്ങളുണ്ട്.
ഇവിടെ ഓണാഘോഷം ക്യാൻസൽ ആയി പോയത് കൊണ്ട് അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന, ഓണം ആഘോഷിക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്ന, ആ ഓണാഘോഷം മുന്നിൽ കണ്ടുകൊണ്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത കലാകാരന്മാരുണ്ട്. കിറ്റിനായി കാത്തിരിക്കുന്ന ജനങ്ങളുണ്ട്. ആ കിറ്റ് വെട്ടിച്ചുരുക്കിയെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയിലും ഈ ടൂറിസം വകുപ്പിലെ ചില ആൾക്കാരെല്ലാം കൂടെ വിദേശത്തേക്ക് കേരളത്തിന്റെ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പഠിപ്പിക്കാനായിട്ട് ടൂറ് പോകുന്നു എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഈ വാർത്തകളെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത് ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾക്ക്, ഇത് അശ്ലീലമായി ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾക്ക്, മാന്യമായി ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളെ നമ്മൾ അംഗീകരിക്കുകയും അശ്ലീലമായി ഇത് ചർച്ച ചെയ്യുന്ന, മാർക്ക് റേറ്റിംഗും TRPയും കൂട്ടാനായിട്ട് ഇത് ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ടീച്ചർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.